ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന. സമീപകാലത്ത് മികച്ച പ്രകടനമാണ് യൂറോപ്യൻ കരുത്തരായ പോർച്ചുഗൽ പുറത്തെടുക്കുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ യുവേഫ നാഷൻസ് ലീഗിന്റെ കലാശ പോരാട്ടത്തിൽ സ്പെയിനിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് ആ ഒരു കിരീടം സ്വന്തമാക്കാൻ പോർച്ചുഗലിന് കഴിഞ്ഞിരുന്നു. മാത്രമല്ല, അതിനുശേഷം കളിച്ച 2 വേൾഡ് കപ്പ് യോഗ്യതാ മത്സരങ്ങളിലും വിജയം സ്വന്തമാക്കാൻ പോർച്ചുഗലിന് കഴിഞ്ഞിട്ടുണ്ട്. മികച്ച ഒരു ടീമിനെയാണ് റോബർട്ടോ മാർട്ടിനസിന് ഇപ്പോൾ ലഭിച്ചിട്ടുള്ളത്. വരുന്ന വേൾഡ് കപ്പിലെ കിരീട ഫേവറേറ്റുകളിൽ ഒന്ന് അത് പോർച്ചുഗൽ തന്നെയായിരിക്കും. അത്തരത്തിലുള്ള ഒരു സ്ക്വാഡ് ഡെപ്ത് ഇപ്പോൾ അവകാശപ്പെടാൻ അവർക്ക് സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അത് സ്കോർ 19 ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പോർച്ചുഗലിന്റെ സ്ക്വാഡ് ഡെപ്ത് നമുക്കൊന്ന് പരിശോധിക്കാം. ഗോൾ കീപ്പർ ആയിക്കൊണ്ട് ഡിയേഗോ കോസ്റ്റയാണ് അവിടെയുള്ളത്. അദ്ദേഹത്തിന്റെ ബാക്കപ്പ് ഓപ്ഷൻ ആയിക്കൊണ്ട് അതുപോലെ തന്നെ സിൽവ എന്നിവർ ഉണ്ട്. ഇനി സെന്റർ ബാക്ക് പൊസിഷനിൽ ഇനാഷിയ ഉണ്ട്. അദ്ദേഹത്തിന്റെ ബാക്കപ്പ് ആയിക്കൊണ്ട് സിൽവ, ടോട്ടി എന്നിവരെ ലഭ്യമാണ്. കൂടാതെ മറ്റൊരു സെന്റർ ബാക്ക് പൊസിഷനിൽ റൂബൻ ഡയസ് ഉണ്ട്. അതുപോലെ തന്നെ വെയ്ഗ, അരൗഹോ എന്നിവരെ കൂടി ആ ഒരു പൊസിഷനിൽ ലഭ്യമാണ്. ഇനി ഇടത് വിങ് ബാക്ക് ആയിക്കൊണ്ട് നുനോ മെൻഡസിന് പോർച്ചുഗലിന് ലഭ്യമാണ്. കൂടാതെ ക്യാൻസലോ, ടവേരസ് എന്നിവർ അദ്ദേഹത്തിന് ബാക്കപ്പ് ഓപ്ഷൻ ആയിക്കൊണ്ട് ലഭ്യമാണ്. വലത് വിങ് ബാക്ക് പൊസിഷനിൽ ജാവോ നെവസ് ഉണ്ട്. ഡിയേഗോ ഡാലോട്ട്, നെൽസൺ സമേഡോ എന്നിവരെയൊക്കെ അവിടെ ലഭ്യമാണ്. ഇനി മധ്യനിരയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ വീട്ടീഞ്ഞ അവിടെയുണ്ട്. അദ്ദേഹത്തിന്റെ ബാക്കപ്പ് ഓപ്ഷനാണ് റൂബൻ നെവസും പലീഞ്ഞയും. അതുപോലെ തന്നെ ബ്രൂണോ ഫെർണാണ്ടസ് അവിടെയുണ്ട്. അദ്ദേഹത്തിന്റെ ബാക്കപ്പ് ഓപ്ഷനാണ് റോഡ്രിഗോ മോറ, അതുപോലെ തന്നെ ഒട്ടാവിയോ എന്നിവർ. അതുപോലെ തന്നെ ബെർണാഡോ സിൽവയുണ്ട്. അദ്ദേഹത്തിന്റെ ബാക്കപ്പ് ഓപ്ഷനാണ് നുനസ്, അതുപോലെ തന്നെ എസൂഗോ എന്നിവർ. ഇനി മുന്നേറ്റ നിരയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ സെൻട്രൽ സ്ട്രൈക്കർ പൊസിഷനിൽ ക്രിസ്ത്യാനോ റൊണാൾഡോ, അദ്ദേഹത്തിന്റെ ബാക്കപ്പ് ഓപ്ഷനാണ് ഗോൺസാലോ റാമോസും ഫാബിയോ സിൽവയും. അതുപോലെ തന്നെ ഇടത് വിങ്ങിൽ റഫേൽ ലിയാവയുണ്ട്. അദ്ദേഹത്തിന്റെ ബാക്കപ്പ് ഓപ്ഷനാണ് ജാവോ ഫെലിക്സും അതുപോലെ തന്നെ ഗോൺസാൽവസും. ഇനി വലത് വിങ്ങിൽ പെഡ്രോ നെറ്റോയുണ്ട്. അദ്ദേഹത്തിന്റെ ബാക്കപ്പ് ഓപ്ഷനാണ് കോൺസിസാവോ, അതുപോലെ തന്നെ ട്രിൻകാവോ. ഇങ്ങനെ മികച്ച ഒരു നിര തന്നെ പോർച്ചുഗലിനുണ്ട്. എക്സ്പീരിയൻസ് ഉള്ള താരങ്ങളുണ്ട്, അതുപോലെ തന്നെ യുവതാരങ്ങളുണ്ട്. ഒരുപാട് മികച്ച യുവതാരങ്ങൾ ഇപ്പോൾ പോർച്ചുഗൽ ദേശീയ ടീമിന് ലഭ്യമാണ്. അത് തന്നെയാണ് അവരുടെ കരുത്ത് വർദ്ധിപ്പിക്കുന്ന കാര്യവും. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. അടുത്ത ടീം കാണാം.